അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഒരു കുറച്ച് നാൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന രീതിയിൽ ഈ ഉദ്ഘാടന ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ, കാരണം ഇത്രയും ജനപിന്തുണ കിട്ടിയ അല്ലെങ്കിൽ ഇത്രയും ജനപ്രിയനായിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് ഉദ്ഘാടനങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗസ്റ്റായിട്ടൊന്നും ആരും വിളിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കമന്റുകൾ ഹെറ്റേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷിന്റെ ആദ്യ ഉദ്ഘാടനം, ആ ഒരു ഉദ്ഘാടനം അനീഷ് എന്നെ തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം എനിക്ക് ബോധിക്കുന്ന തരത്തിൽ എനിക്കും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആ ഒരു തരത്തിൽ ആദ്യമായിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സംരംഭം അത് അത്രത്തോളം പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കൂടി തൃപ്തി വരുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുള്ള തരത്തിലാണ് അനീഷ് വെയിറ്റ് ചെയ്തത് എന്നുള്ളത്. അതിന് മുന്നേ തന്നെ, അതായത് ആദ്യ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ അനീഷിന് ഒരുപാട് ഉദ്ഘാടനങ്ങളും അതോടൊപ്പം തന്നെ ഗസ്റ്റായിട്ടൊക്കെ തന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാതെ ആദ്യമായി ചെയ്യുന്ന ആ ഒരു കാര്യം, ആ ഒരു സംരംഭം അത് അത്രത്തോളം പ്രിയപ്പെട്ടതാവണം എന്നുള്ളത് അനീഷിന് നിർബന്ധമായിരുന്നത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു ഗ്യാപ്പ് എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ വെയിറ്റ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും തുരാന്ന് ഉദ്ഘാടനങ്ങളും ഗസ്റ്റായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിപ്പോ അനുമോളെ പോലെയോ അല്ലെങ്കിൽ ഇനിയിപ്പോ അനുമോളെ വെല്ലാനാണോ അനീഷിന്റെ പ്ലാൻ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ ആദ്യ ഉദ്ഘാടനം കഴിഞ്ഞു, അതിനുശേഷം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ തന്നെ ഒരിടത്ത് അനീഷ് ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ 12-ാം തീയതി അനീഷ് മറ്റൊരു ഉദ്ഘാടനം ഏറ്റിരിക്കുന്നു. അങ്ങനെ 12-ാം തീയതി അനീഷിന് മറ്റൊരു ഉദ്ഘാടന ചടങ്ങ് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് 14-ാം തീയതി അനീഷും അനുമോളുമൊത്ത് മറ്റൊരു ഉദ്ഘാടനം, അത് തിരുവനന്തപുരത്ത് അനീഷിന്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫെയിം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം, ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് നിൽക്കുന്ന ഒരു ഫെയിമാണ്. അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സെക്കൻഡ് പ്ലേസ് കിട്ടുന്നവർക്ക് അധികം അങ്ങനെ കിട്ടാറില്ല. കഴിഞ്ഞ സീസണിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ഈ ഉദ്ഘാടന ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാറില്ല ആരും. പക്ഷെ ഫസ്റ്റ് പ്ലേസ് കിട്ടുന്ന വ്യക്തിക്ക് കുറച്ച് നാൾ ആ ഒരു ഫെയിം നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം, കുറച്ച് ഉദ്ഘാടനങ്ങൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. പക്ഷെ സെക്കൻഡ് പ്ലേസ് ആ ഒരു തരത്തിലൊന്നും എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ അതിനെല്ലാം വെല്ലുന്ന തരത്തിലായിരുന്നു ഈ ഒരു സീസണിൽ സെക്കൻഡ് പ്ലേസ് ബിഗ് ബോസ് ഹൗസിൽ നിന്നപ്പോഴായാലും അതിന്റെ വിധി വന്നപ്പോഴായാലും പുറത്തിറങ്ങിയതിന് ശേഷമുള്ള സ്വീകരണങ്ങളായാലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ അനീഷിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ ഈ കഴിഞ്ഞ സീസണുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് പ്ലേസ് കിട്ടിയ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അനീഷ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത്. അത് ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അനീഷിന് കിട്ടിയ സമ്മാനങ്ങളായാലും ഗിഫ്റ്റുകളായാലും അനീഷിന് ആ ഒരു തരത്തിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ ആയാലും ഒക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് സെക്കൻഡ് പ്ലേസിൽ നിന്നുകൊണ്ട് അനീഷ് നേടിയെടുത്തതെന്ന് പറയും. അതിപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സെക്കൻഡ് പ്ലേസിൽ നിന്നുകൊണ്ട് അനീഷിന് ഈ ഒരു രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അതിൽ സംശയമില്ല. തീർച്ചയായിട്ടും അനീഷ് ഇതെല്ലാം തന്നെയും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നും തന്നെ ഇല്ല. എന്തായാലും അനുമോൾക്ക് മാത്രമല്ല, ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിട്ടുള്ള അനുമോൾക്ക് മാത്രമല്ല, ഇപ്പോൾ അനീഷും കട്ടയ്ക്ക് കൂടെ പിടിച്ചിരിക്കുകയാണ് ഈ ഒരു ഉദ്ഘാടനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.